അങ്ങനെ CJP സമരം വിജയത്തിലെത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചിരിക്കുന്നു. ഇത് സത്യത്തിൽ പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് അങ്ങ് രാജിവെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണത്. വിവാദം വരുമ്പോൾ പെട്ടെന്ന് മന്ത്രിക്ക് അദ്ദേഹത്തിന് നാളെ ഒരുപാട് ചാൻസ് ഉണ്ട്. അത് ഒരുപാട് പ്രായമുള്ള ആളൊന്നുമല്ല അദ്ദേഹം. അന്നങ്ങ് മാറിയാൽ മതിയായിരുന്നു, ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്താണെങ്കിലും ഈ നമ്മുടെ ഈ ന്യൂജൻ ചെറുപ്പക്കാർ ഇപ്പം പാറ്റ്നയിലൊക്കെ വലിയ വേളം നടക്കായിരുന്നു ഇതിനിടയ്ക്ക്. അവരെല്ലാം സമരം നിർത്തി വയ്ക്കുമോ എന്നുള്ളതാണ് നടത്തുക. അതിന് വേറെ വല്ല ഡിമാൻഡും ഉണ്ടോ ഇനി അവർക്ക്? ഈ മോദിക്ക് നേരത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അറിയാമല്ലോ. അതായത് ആരോപണങ്ങളെല്ലാം വരും, ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും. അദ്ദേഹം ഒന്നിനും മറുപടി പറയും, ഒരു കാര്യത്തിനും മറുപടി പറയത്തില്ല, ഒരു മാധ്യമങ്ങൾക്കും ബൈറ്റ് കൊടുക്കില്ല, ഒരു വാർത്താ ചാനലുകൾക്കും കൊടുക്കില്ല. അദ്ദേഹം പിന്നീട് ഒന്നുകിൽ ഒരു ജനകീയ റാലി അല്ലെങ്കിൽ പാർലമെൻറ്റിൽ എവിടെയെങ്കിലും ഒരിടത്ത് വന്ന് ഇതിനെല്ലാം കൂടെ നീട്ടിപ്പിടിച്ചൊരു മറുപടി കൊടുക്കുന്ന പരിപാടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി പതിവിന് വിപരീതമായി അദ്ദേഹം പാതിരാത്രിക്ക് ലൈവായിട്ടിറങ്ങി, സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടിറങ്ങി. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയം, ഇത്തരം ഒരു ഇന്റലിജൻസിനെ വെച്ചിട്ടാണ് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയം, അല്ലെങ്കിൽ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ഈ സമരത്തെ അണ്ടർ എസ്റ്റിമേറ്റ്. രണ്ടാമത് പറഞ്ഞതിനാണ് കൂടുതൽ പ്രസക്തി. ഈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കാം. അതുപോലെ ചുറ്റും നിൽക്കുന്ന ഉപദേഷ്ടാക്കൾ പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇറങ്ങി അന്വേഷിക്കാമെന്ന് പോലെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ചുറ്റും നിൽക്കുന്നവർ പറഞ്ഞാണ് യുവമാർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, യുവമാർ കുറേ പേരില്ലാത്ത പിള്ളേരാണ്, വിദ്യാർത്ഥികളാണ്, അവരത് വെള്ളം നിറച്ചിട്ടങ്ങ് പോകും, ഇത് ഡൽഹിയിൽ മാത്രം നടക്കുന്ന ഒരു പ്രശ്നമായിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അപ്പോൾ കർഷക സമരം നടന്നപ്പോൾ അത് തന്നെ. അത് മാത്രമല്ല, ഈ യുവജനങ്ങൾ ഒരു പണിയും ചെയ്യുന്നില്ല, അവർ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുന്നു. ഒരു പാറ്റകളെ പോലെയാണെന്നുള്ള ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്രചാരണത്തിൽ നിന്നാണല്ലോ ഇങ്ങനെ ഒരു സമരം തന്നെ. ചീഫ് ജസ്റ്റിസ് അത് വിശദീകരിച്ചിട്ടുണ്ട്, അങ്ങനെ ദുരുദ്ദേശത്തിൽ പറഞ്ഞല്ലാതെ ഈ CJP എന്നൊരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് യുവാക്കൾ അലസന്മാരും ഇവർ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരും ആണെന്നാണ് ആ ഒരു പരാമർശത്തിലൂടെ അറിയപ്പെട്ടത്. അതിൻ്റെ പേരിലാണ് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന IT പ്രൊഫഷണൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതും. ഇത്തവണ ഇവർ വരുന്നു, 1 മാസത്തിലേറെയായി ഇവിടെ സമരം ചെയ്യും. ഇത്രയും നാൾ ആദ്യമൊക്കെ ഇവർ ഇതിനെ ചെറിയ തോതിൽ അടിച്ചമർത്താം എന്ന് കരുതി. ഇതൊരു വലിയ മഹാപ്രക്ഷോഭമായി മാറാൻ പോകുന്നെന്നും ഇത് രാജ്യം മുഴുവൻ നിന്ന് കത്തുമെന്നും ഉള്ള ഒരു മുന്നറിയിപ്പ് അന്നേ നമ്മുടെ സർക്കാരിന് ഉണ്ടാവേണ്ടതായിരുന്നു, നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു തോന്നലുണ്ടാവേണ്ടതായിരുന്നു. അല്ല, അതാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ഭരണകർത്താക്കൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ നേരത്തെ പറഞ്ഞതിന് വില കുറച്ച് കാണുകയും പിന്നീട് ഒരു മഹാശക്തിയായി മാറുകയും ചെയ്യും. ഇന്ദിരാഗാന്ധിക്കെതിരെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പണ്ട് ഒരു വലിയ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ആദ്യം അവർ നിസ്സാരഘടന, പിന്നീട് അവർക്ക് ഇതിൻ്റെ അപകടം മണത്താണ് അടിയന്തരാവസ്ഥ അവസാനം അടിയന്തരാവസ്ഥയെ കൊണ്ട് എത്തിച്ചത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി മാറ്റിയൊരു പ്രക്ഷോഭമായിരുന്നു ജയപ്രകാശ് നാരായണൻ. പക്ഷേ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ഒരു എല്ലാവർക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നേതാവ് ഇന്ന് ഇവരുടെ കൂട്ടത്തിലില്ല. പക്ഷേ കാലം മാറിയിരിക്കുന്നു. ജയപ്രകാശ് നാരായണൻ വേണ്ട, ചെറുപ്പക്കാരെല്ലാം കൂടെ ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം നടത്തി ഇറങ്ങി ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി. അതായത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, അതുപോലെ നേപ്പാൾ, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനങ്ങളാണ്. അവിടെ ഇങ്ങനെ ഒരു മുന്നേറ്റം വന്നു. ഇന്ത്യയിൽ ഇത് ഒരിക്കലും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഈ പാർട്ടിയും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും അങ്ങനെ ധരിച്ചിരുന്നു. ഇത്രയും വലിയൊരു രാജ്യമാണല്ലോ. അതെ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നരേന്ദ്രമോദിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാവുക പുറകെ അദ്ദേഹം അതിലേക്ക് വഴി അങ്ങ് സ്വീകരിച്ചു. പക്ഷെ അത് ഇന്നലെ അദ്ദേഹം ആദ്യം പാതിരാത്രിക്ക് വന്നൊരു ലൈവ് ഇടുന്നു. എന്നിട്ട് ഇന്നലെ ഹായ് കുട്ടികളെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അദ്ദേഹം ഡയറക്റ്റ് കീഴടക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. മോദി പക്ഷേ ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ പാതയിലുമാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ അന്നേ രാജിവെച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായതിന്റെ പിറ്റേന്ന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങി രാജ്യത്ത് അഭിസംബോധന ചെയ്തു. അദ്ദേഹം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഇതൊരു മിസ്റ്റേക്കാണ്, ഞങ്ങൾ ഇതിന് അടിയന്തരമായി നിയമനിർമ്മാണം നടത്താൻ പോവുകയാണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരും, ഇതിന് ശിക്ഷാ നടപടി കൊണ്ടുവരും, ഇതിന് വേണ്ടിയുള്ള ബില്ല് എത്രയും വേഗം പാർലമെന്റ് അവതരിപ്പിക്കുമെന്ന് ഒരു പ്രഖ്യാപനം കൂടെ നടത്തിയിരുന്നെങ്കിൽ അത് തീർന്നേനെ. ഒരു 3 മാസമായി ഇത് ചോർന്നിട്ട്. അന്ന് ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു ചൂട് ഇപ്പോൾ ഉണ്ടായി. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ഇപ്പോഴും മറന്നു പോകുന്ന 2 വ്യക്തികളുണ്ട്. ഈ ചെറു കൊച്ചു പിള്ളേരാണ് ഇത് കണ്ടുപിടിച്ചത്. അതെ, അതാണ് രസകരമായ കാര്യം. നമ്മൾ ഈ സമരം നടക്കുമ്പോൾ അവരാരും ഓർക്കുന്നില്ല. +2 മറ്റോ പഠിക്കുന്ന +2 കഴിഞ്ഞിരിക്കുന്ന 2 ചെറിയ ആൺകുട്ടികളാണ് അവരിത് തെളിയിച്ചത്, അവർ കണ്ടുപിടിച്ചത് ഇത് പ്രശ്നം നടക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് സർക്കാരിന് പറ്റിയൊരു ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഈ സമരക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഈ സമരം വളരില്ല എന്ന് ഇവർ വിചാരിച്ചു.
ഈ സമരത്തിന്റെ മറവിൽ മുതലെടുക്കാൻ ചിലർ ശ്രമിച്ചു. അത് പ്രത്യേകിച്ചും കോൺഗ്രസ്, പിന്നെ അല്ലാതെ കുറച്ച് എന്താ പറയുക, ദേശവിരുദ്ധ ശക്തികൾ ഇതിൽ കടന്നുകൂടി. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ വാർത്ത നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ അനാലിസിസിൻ്റെ എല്ലാം താഴെ വന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് കമന്റ് വിടുന്നുണ്ട്. ഈ കമന്റ് വിടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്നലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്നാണ് പലരും ചോദിക്കുന്നത്. അതെ, കാരണം ഞങ്ങൾ ആരുടെ വക്താക്കളല്ല. നിങ്ങൾ ഇന്നലെ അല്ലല്ലോ, നിങ്ങൾ ഇന്നെന്താ മാറ്റി പറഞ്ഞത്? ഇന്ന് നിങ്ങൾ എന്താ മോദിയുടെ കൂടെ പറയുന്നത്? ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഇതിനെതിരാണല്ലോ. അപ്പോൾ എന്താണ്, ഓരോ ദിവസത്തെ ഡെവലപ്മെന്റ് അനുസരിച്ചാണ് നമ്മൾ വിശകലനം നടത്തുന്നതാണ്. അതാ ഞങ്ങൾ ആരുടെ വക്താക്കളല്ല, സമരം നടത്തുന്നവരുടെയോ മോദിയുടെയോ വക്താക്കളല്ല ഞങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ശ്രദ്ധിച്ചാലറിയാം, ഒരു വീഡിയോസിലും നമ്മൾ ഒരാളുടെയും പക്ഷം പിടിക്കാറില്ല, ഒരാളുടെയും പക്ഷം പിടിച്ച് സംസാരിക്കും. വി ഡി സതീശനെയും വിമർശിക്കാറുണ്ട്, രമേശ് ചെന്നിത്തലയും വിമർശിക്കാറുണ്ട്, പിണറായി വിജയനെയും വിമർശിക്കാറുണ്ട്, ധർമ്മേന്ദ്ര പ്രധാനെയും വിമർശിക്കാറുണ്ട്, നരേന്ദ്രമോദിയും വിമർശിക്കാറുണ്ട്. നമുക്ക് ആരുടെയും ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. അതാണ് ഞങ്ങൾ ആരെയും ഫണ്ട് വാങ്ങിച്ചിട്ടല്ലേ. അതെ അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, നരേന്ദ്രമോദിക്ക് ഒരു കാര്യം മനസ്സിലായി, യുവജനങ്ങൾ, നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ വെറും പാറ്റകളല്ല. ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചതുപോലെ ഇവർ തീർത്തും മൊണ്ണകളോ മന്ദബുദ്ധികളോ പൊട്ടന്മാരോ ഒന്നുമല്ല. അവർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുമല്ല. കേരളത്തിലെ CPM നേതാക്കൾ ഇപ്പോൾ ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ അണികളെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ അതെ, ദേശീയ തലത്തിലും അവർ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ പഴയ തലമുറയിൽപ്പെട്ടവരല്ല. അവർ വളരെ പണ്ട് നമുക്കറിയാം, ഈ പണ്ട തലമുറ എന്താണ്, വിദ്യാർത്ഥികൾ പോലും അനുസരണമുള്ളവരായിരുന്നു. അതെ, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ ശരി അനുസരിച്ചോളാം എന്ന്. അങ്ങനെയല്ല, അവർ ചോദ്യം ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദിവസം RSS മേധാവി സത്സംഗ ചാലക് മോഹൻ ഭാഗവത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാവരും ഈ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു തലമുറയുണ്ട്. ഇന്ന് അങ്ങനെ ഇന്ന് ചോദ്യം ചെയ്യുന്ന തലമുറ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, അതിന് മറുപടി കൊടുക്കണമെന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞല്ലോ. അത് സർക്കാരിനോട് പറഞ്ഞു. RSS മേധാവി തന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദി പിന്നെ ഉറപ്പ് കൊടുക്കുന്നു. പക്ഷെ അതിന് ശക്തമായ നിയമനിർമ്മാണങ്ങൾ വരുന്നില്ല. ഇനിയിപ്പോൾ നിയമം വന്നെന്ന് പറഞ്ഞാൽ എന്താ, ചോർത്താനുള്ളവർ ചോർത്തും. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഇനിയും ഉണ്ടാവും. ഇനിയും ഇങ്ങനത്തെ വിഷയങ്ങൾ ആവർത്തിക്കും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ അതിനെ എങ്ങനെ നേരിടാം, എത്രത്തോളം തടയാം, ഒരു വലിയ അളവിലേക്ക് ഇത് തടയാൻ പറ്റും. ഇത്തരം ഒരു നിയമം വരികയും ഇതിനു വേണ്ടി ഒരു പിന്നെ പ്രത്യേക 10 കോടി രൂപ പിഴയും 10 വർഷം കഠിന തടവുമാണ് ഇതിന് വന്നിരിക്കുന്ന ഒരു ബില്ല്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ കുട്ടികളുടെ സമരം വിജയമാണ്. ആ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനോടൊപ്പം നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളുക, ഇത്രയും കാലം നിങ്ങളുടെ വാക്ക് കേട്ട് വോട്ട് ചെയ്ത വോട്ടർമാരല്ല ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധി ആണെങ്കിലും ആരായാലും യുവാക്കളുടെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെ അവർ തൂത്തെറിയുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര ഹിറ്റടിച്ചാലും എത്ര ചൂലോ എടുത്ത് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. പാറ്റാക്കൂട്ടം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പാറ്റാക്കൂട്ടം ഒരു സിമ്പൽ മാത്രമാണ്. അത് ഇന്നത്തെ യുവതലമുറയുടെ സിമ്പലാണ്. അവർ ഈ വരാൻ പോകുന്ന തലമുറ പൊരുതി തന്നെയായിരിക്കും നിൽക്കുക. അവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇന്നത്തെ തലമുറ വിദ്യാഭ്യാസമുള്ളവരാണ്. നമ്മൾ എപ്പോഴും ഓർക്കുക, എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള, നമുക്ക് എന്താണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമഫലമായി എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ആൾ നന്നായിട്ട് വിവരം വെച്ച് വന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ പ്രധാന കാരണക്കാർ ബ്രിട്ടീഷുകാർ തന്നെയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. അവരെ സമരചിത്രം പഠിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ലോകത്ത് നടത്തുമ്പോൾ സ്വാതന്ത്ര്യ സമരം നടത്തിയതിൻ്റെ അവരെ അടിച്ചമർത്താൻ വന്നവരെ കീഴടക്കിയ ചരിത്രം പഠിപ്പിച്ചു. അപ്പോൾ ഇന്ത്യക്കാർക്കൊന്നും എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് തോന്നി. അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. അല്ല, ഇത്രയുള്ളായിരുന്നു. ഒരു മന്ത്രിയോട് രാജിവെക്കാൻ പറഞ്ഞ ഇത്രയും നാൾ ടെൻഷൻ അടിക്കേണ്ട, പാതിരാത്രിക്ക് നരേന്ദ്രമോദി ഉറക്കം അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് ആശ്വാസമായിട്ടുണ്ട്. എന്തായാലും ആ സമരം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് എന്നുള്ളത് നോക്കിക്കോളുക. ഇനി ഒരു ഭയം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രാജിവെക്കുന്നില്ല, എന്തെങ്കിലും സംശയം വന്നെങ്കിൽ കേൾക്കാനായിട്ട് ചോദിച്ചു. അതെ അതെ, ഇനി ഒരു ഭയം ഉണ്ടാകും. അത് നല്ലതാണ്. അത് നരേന്ദ്രമോദിക്ക് മാത്രമല്ല, എല്ലാവർക്കും സതീശനും ഇത് ഉണ്ടാവും. എല്ലാവർക്കും ആ ചിന്ത വേണം.